രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് റായ്ബറേലിയിലും അമേഠിയിലും ഇന്നലെ നടന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് വോട്ടെടുപ്പിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രാഥമികമായ വിലയിരുത്തലുകൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ബസന്ത, എന്താണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ബി.ജെ.പിയുടെ ഇതിൽ റായ്ബറേലിയെ സംബന്ധിച്ചിടത്തോളം, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് മത്സരമാണ്. അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി. റായ്ബറേലിയിലും ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് ഉറപ്പിച്ചു പറയുന്ന ബി.ജെ.പിക്കാരെ നമുക്ക് റായ്ബറേലിയിൽ കാണാൻ കഴിയും. അവിടെ മത്സരിക്കുന്നത് ദിനേശ് പ്രതാപ് സിംഗ് ആണ്, മന്ത്രിയാണ്, ഠാക്കൂർ വംശജനാണ്, ഇതെല്ലാമുണ്ട്. പക്ഷേ അവിടെയുള്ള ഇപ്പോൾ ഇന്നലത്തെ ഒരു കാര്യം നോക്കുമ്പോൾ ഇതൊരു തിയറി മാത്രമാണ്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 2009 മുതലുള്ള വോട്ടിംഗ് ശതമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഇത്തവണത്തത് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുകയാണ്. അതായത് 58.04 ഏറ്റവും ഒടുവിൽ വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകളിലുള്ളത്. അത്രയും ശതമാനം പോളിംഗ് അവിടെ നടന്നിട്ടുണ്ട് റായ്ബറേലി. ഇതിലുള്ള ഒരു കണക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതുവരെയുള്ളൊരു കണക്കുകൾ വെച്ചിട്ടുള്ള ഒരു അനാലിസിസാണ് ബി.ജെ.പി കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു തിയറിയാണ്. 2019 സോണിയാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ വോട്ടിംഗ് ശതമാനം 48 48.3%. അന്ന് സോണിയാഗാന്ധി വലിയ വിജയമാണ് നേടിയത്. ഏകദേശം 55% വോട്ടുകളുടെ ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട് അന്ന് സോണിയാഗാന്ധിക്ക്. അതേസമയം 2014 വോട്ടിംഗ് ശതമാനം 51 കയറി. 48.3 നിന്നും 51% കയറി. അന്ന് സോണിയാഗാന്ധിയുടെ വിക്ടറി മാർജിൻ എന്ന് പറയുന്നത് 43%. അതായത് 55 നിന്നും 43 കുറഞ്ഞു. മൂന്നാമതായി നമ്മൾ നോക്കുമ്പോൾ 2019 വോട്ടിംഗ് ടേൺ ഔട്ട്, അതായത് പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 56.3. വിക്ടറി മാർജിൻ അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വെറും 17%. അതായത് 1.85 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ദിനേശ് പ്രതാപ് സിംഗ് അവിടെ വരുന്നത്. റായ്ബറേലിയിലുള്ള ആളാണ്, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, എല്ലാമായിരുന്നു. ഒരു ചെറിയ വിഷയത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ദിനേശ് പ്രതാപ് സിംഗ് അവിടെ മത്സരിക്കുന്നു. അപ്പോൾ ഇതിലൊരു തിയറിയാണ്, അതായത് റായ്ബറേലിയിൽ വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധിയുടെയും വിക്ടറി അല്ലെങ്കിൽ വിജയ ശതമാനം ഇടിയുന്നു വലിയ തോതിൽ. 17 വന്ന് നിന്നു കഴിഞ്ഞ തവണ. അത് ഇത്തവണ വരുമ്പോൾ 58 അത് കുതിച്ചിരിക്കുകയാണ്. അവിടെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം ആണോ അതോ അത് ആർക്കാണ് അതിൻ്റെ ഗുണം ചെയ്യുക എന്നുള്ളതാണ്. അവിടെയുള്ള റാലികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വലിയ തോതിലുള്ള ആവേശമുണ്ട്. സമാജ്വാദി പാർട്ടി വളരെ സജീവമായിട്ടുള്ള ഒരു സ്ഥലമാണ്. 5 MLA-മാരിൽ 4 സമാജ്വാദി പാർട്ടിയിലാണ്. ഒരാൾ റിബലായി പിന്നെ ബി.ജെ.പിയോടൊപ്പമുണ്ട്. പക്ഷേ എന്നാലും കാഡേഴ്സ് അവിടെ ഉണ്ട്, വളരെ സജീവമായിട്ട് അവരുണ്ട്. പക്ഷേ ഈ ഒരു പാറ്റേൺ, ആ റായ്ബറേലി മണ്ഡലത്തിൻ്റെ ആ ഒരു ചരിത്രം, വോട്ടിംഗ് ശതമാനത്തിൻ്റെയും വിജയ ശതമാനത്തിൻ്റെയും ചരിത്രം വെച്ച് നോക്കുമ്പോൾ റായ്ബറേലി എങ്ങോട്ട് തിരിയും എന്ന് കണ്ടറിയണം. അമേഠിയെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഒരു വിലയിരുത്തൽ ബി.ജെ.പിയുടെ അമേഠിയുടെ കാര്യത്തിലും ഇങ്ങനെ സമാനമായൊരു വിലയിരുത്തലിനുള്ള സാധ്യതയില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 50 ഉണ്ടായിരുന്ന ആ ഒരു പോളിങ്ങിനേക്കാൾ 54.4% ഉള്ളത്. അവിടെ സ്മൃതി ഇറാനിക്കെതിരെ വലിയ തോതിലുള്ള ജനരോഷമുണ്ട്. കഴിഞ്ഞ തവണ നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചില്ല. 13 രൂപയ്ക്ക് പഞ്ചസാര നൽകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വലിയ ചർച്ചയാണ്. പാചകവാതകത്തിൻ്റെ വിലക്കയറ്റൽ, ഇതെല്ലാം. പക്ഷേ അപ്പോഴും ഹൈലി അൺപോപ്പുലർ എന്ന് വേണമെങ്കിൽ നമുക്ക് സ്മൃതി ഇറാനിയെ പറയാം. പക്ഷേ അവിടെയും രാഹുൽ ഗാന്ധി മത്സരിക്കാത്തതൊരു വലിയ വിഷയമാണ്. അവിടെ KL ശർമ്മ എന്ന് പറയുന്ന ഒരാളെ നിർത്തിയിട്ടുണ്ട്. അവിടുത്തെ പ്രതീക്ഷ ഈ ജാതി സമവാക്യങ്ങൾ മാറുമ്പോൾ ബ്രാഹ്മണ വോട്ടുകൾ വരുന്നു, അപ്പർ കാസ്റ്റ് വോട്ടുകൾ വരുന്നു എന്നൊക്കെ ഉള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. യാദവ മുസ്ലിം വോട്ടുകൾക്കൊപ്പം ഉന്നത സവർണ വോട്ടുകൾ കൂടി വന്നാൽ ജയിക്കാമെന്നുള്ളൊരു വിലയിരുത്തൽ. പക്ഷേ അതും ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. റായ്ബറേലിയിൽ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ബസന്ത് നിരന്തരം സമ്പർക്കം പുലർത്തുന്ന, അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് അവരുടെ ഈ തെരഞ്ഞെടുപ്പ് ഇതിനെ സംബന്ധിച്ച്? അല്ല, ഈ 2 മണ്ഡലങ്ങളിലും ജയിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിനുണ്ട്. ശർമ്മയുടെ സ്ഥാനാർത്ഥിത്വം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് കോൺഗ്രസ് ഉറപ്പിച്ച് പറയുന്നു. റായ്ബറേലി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്, ഗാന്ധി കുടുംബത്തിൻ്റെ സ്വാധീനമുള്ള സ്ഥലമാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ ദിനേശ് പ്രതാപ് സിംഗിന് ലഭിച്ചിരുന്ന ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു സ്വീകാര്യത അത് ഇത്തവണ ഇല്ല എന്ന് പറയുന്നുണ്ട്. 5 കൊല്ലം മന്ത്രിയായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അവിടുത്തെ ഭൂമാഫിയയുടെ തലവനാണ് ദിനേശ് പ്രതാപ് സിംഗ് എന്നുള്ളൊരു പേര് കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഇത് വലിയ തോതിൽ കോൺഗ്രസ് അത് ഉപയോഗിക്കുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ വലിയ ജയം കിട്ടും എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ബൂത്തിൽ രാഹുൽ ഗാന്ധി ചെന്നപ്പോൾ അവിടെ നിന്ന് ജയ് ശ്രീറാം വിളികളോടെ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ഒരു ബൂത്തിൽ. അപ്പോൾ ഏത് രീതിയിലാണ് റായ്ബറേലി പ്രതികരിച്ചിട്ടുള്ളത് എന്ന് കണ്ടറിയണം. ഞാൻ ഈ പറഞ്ഞത് വെറും ഒരു തിയറി, ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ്. ഈ വോട്ടിംഗ് ശതമാനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഹൈപ്പോത്തസിസ്, അവരുടെ ഒരു കണക്ക് കൂട്ടൽ ഈ രീതിയിലൊക്കെയാണ്. അതുകൊണ്ട് വിജയ ശതമാനം കുറയുന്ന ഒരു സാഹചര്യം റായ്ബറേലിയിലുണ്ട്. പോളിംഗ് ശതമാനം കൂടുന്നതിനനുസരിച്ചിട്ട് ഞങ്ങളെ വോട്ടുകളൊക്കെ പോൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ ഉറപ്പിച്ചും പറയുന്നുണ്ട്. ഏതായാലും ബസന്ത് പറഞ്ഞതുപോലെ തന്നെ ഇത് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ്, അതല്ലെങ്കിൽ ഒരു തിയറിയാണ് അവർ ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗം അത്രത്തോളം ചൂടുപിടിച്ച് വരികയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള തിയറികളുമൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരുന്നതാണ്. ഏതായാലും ഈ തിയറികളിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്നറിയാൻ ഈ വോട്ടെണ്ണൽ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ജൂൺ 4-ന് ഒരു ഫലം പ്രഖ്യാപനത്തോടു കൂടി മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വ്യക്തതകളും അവ്യക്തതകളുമൊക്കെ ഇത് സംബന്ധിച്ചുള്ള അവ്യക്തതകളൊക്കെ അതുവരെ നമുക്കും കാത്തിരിക്കാം.